മന്ത്രി വി എൻ വാസവൻ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്, അകത്തേക്ക് കയറിയിരിക്കുകയാണ്. നേരത്തെ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും എത്തിയില്ല എന്നൊക്കെ തന്നെയുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗമായി ആരും തന്നെ ഇന്ന് സംസ്കാര ചടങ്ങുകളടക്കം പങ്കെടുത്തില്ല എന്നൊക്കെ തന്നെ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ മന്ത്രി വീണ ജോർജ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതോടൊപ്പം തന്നെ പ്രാദേശികമായ CPM നേതാക്കളൊക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ ഈ വീട്ടിലുണ്ടായിരുന്നു. മറ്റ് മരണാനന്തര കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി അവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ ആദ്യം തന്നെ എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂർ MLA കൂടിയാണ്, കോട്ടയം ജില്ലയിലെ മന്ത്രി കൂടിയാണ്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ അപകടം ഉണ്ടായപ്പോൾ അവിടെ മന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനും ആ സ്ഥലത്ത് ആദ്യം എത്തിയവരാണ്. അതിനുശേഷം ഇവരെടുത്ത നടപടിയെ അടക്കം വലിയ തോതിൽ വിമർശനം, ഈ നടപടിക്കെതിരെ അടക്കം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടക്കാതിരിക്കാനുള്ള കാരണം മന്ത്രിമാരുടെ അടുത്ത നിലപാടാണ് ഇന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രവുമല്ല ബിന്ദുവിൻ്റെ ഭർത്താവായ വിശ്രുതനും ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. മന്ത്രിമാർ ഇതിന് ഉത്തരവാദികളാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ വിശ്രുതൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ മന്ത്രി വി എൻ വാസവനകത്ത് ബിന്ദുവിൻ്റെ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രി വി എൻ വാസവൻ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം മാധ്യമങ്ങളെ കാണും. ഈ പറയുന്ന പ്രതിപക്ഷമടക്കം വലിയ തോതിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ കുടുംബത്തെ സഹായിക്കുക, പ്രത്യേകിച്ച് നഷ്ടപരിഹാരം കൃത്യമായി തന്നെ നൽകുക, അതോടൊപ്പം തന്നെ മക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക, അതോടൊപ്പം തന്നെ മകൾ നവമിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചികിത്സ നടന്നു വരികയായിരുന്നു, ശസ്ത്രക്രിയ അടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട്, ഇതിൻ്റെ ചികിത്സാ സഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടായിരുന്നു, പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം ഒന്നാകെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന് 24 മണിക്കൂറിന് ശേഷവും സർക്കാർ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ പ്രഖ്യാപനം നടത്താത്തത് വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായിരുന്നു. എന്തായാലും വീണ ജോർജ് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. 2 ദിവസത്തിനകം വരാമെന്ന് പറയുന്നു. ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറയുന്നു. മറ്റ് നഷ്ടപരിഹാരത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് വന്ന് ആ കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്താമെന്നും മന്ത്രി ഇന്ന് പറയുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും സർക്കാർ ഒപ്പമുണ്ടാകുമെന്നുമുള്ള കാര്യങ്ങൾ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലയിലെ മന്ത്രി കൂടിയായ മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മന്ത്രി ഇപ്പോൾ വീട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ അതോടൊപ്പം തന്നെ മറ്റ് അടുത്ത ബന്ധുക്കളുമായി ഇപ്പോൾ തന്നെ വി എൻ വാസവൻ സംസാരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഇന്ന് ധനസഹായത്തിൻ്റെ ഒരു ആദ്യ ഗഡു ഈ കുടുംബത്തിന് കൈമാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. HDS-ൻ്റെ 50,000 രൂപയായിരിക്കും ഒരുപക്ഷേ ഇന്ന് കൈമാറുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം മന്ത്രി വി എൻ വാസവൻ പുറത്തേക്കിറങ്ങും, മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യും. സുജയ, ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ ബിന്ദുവിൻ്റെ അമ്മയോടും ഭർത്താവ് വിശ്രുതനോടും സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ലേബി സജിതരൻ നമുക്ക് പോകണ്ട. ലേബി, മന്ത്രിയുടെ വരവ്, മന്ത്രിയുടെ സാന്നിധ്യം നേരിട്ട് നൽകുന്ന ഉറപ്പുകൾ അത് ആ കുടുംബത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണല്ലേ? തീർച്ചയായും ഇതുവരെ ഉണ്ടായിരുന്നൊരു പരാതി അത് തന്നെയായിരുന്നല്ലോ സുജയ. മന്ത്രി തലത്തിലുള്ള ആരും ഇങ്ങോട്ട് എത്തിയില്ല, ഏതെങ്കിലും രീതിയിലുള്ളൊരു ഔദ്യോഗികമായ അറിയിപ്പ് നൽകിയില്ല എന്നുള്ളതായിരുന്നു. അതേ തുടർന്നാണ് വൈകുന്നേരത്തോടുകൂടി വീണ ജോർജ് ആരോഗ്യമന്ത്രി വിശ്രുതനെ ഫോണിൽ സംസാരിച്ച് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വി എൻ വാസവൻ, ജില്ലയിലെ മന്ത്രി കൂടിയാണ്, അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ ഈ മന്ത്രി നടത്തിയ ഒരു ഉത്തരവാദിത്വരഹിതമായ പ്രസ്താവന ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ രാവിലെ വിശ്രുതൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നതാണ്. കുടുംബത്തിന് അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ആ പരാതിയൊക്കെ പരിഹരിക്കാൻ ഇത് ഇടവരുത്തട്ടെ എന്ന് ആശിക്കാം. അല്പം മുമ്പാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. മന്ത്രിയുടെ ഒപ്പം ജില്ലാ കളക്ടർ മാത്രമല്ല, മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളുമുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ അധികൃതരോട് കൂടി തന്നെയാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ കുടുംബത്തിനും നാട്ടുകാർക്കും ഉണ്ടായിരുന്ന പരാതിയായിരുന്നു ഇത്തരത്തിൽ ഇങ്ങോട്ട് സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരും ഇത്തരത്തിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ടും ഇങ്ങോട്ട് എത്തി നോക്കിയില്ല എന്നുള്ള കാര്യം. അതിന് പിന്നാലെയാണ്, ഇത്രയും വിവാദമൊക്കെ ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വൈകിട്ട് മന്ത്രി വി എൻ വാസവൻ ഇവിടെ നേരിട്ടെത്തിയിരിക്കുന്നത്. നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ ധനസഹായത്തിൻ്റെ ആദ്യ ഘടു ഇവിടെ കൈമാറും എന്നാണ് PRDയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന. ഏതായാലും
ഇവരിപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരാവശ്യം അതുതന്നെയാണ്. കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ലഭിക്കണം. നിർധന കുടുംബമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ ചെറിയൊരു വീട്. മറ്റൊരു കാര്യമുണ്ട് സുജയ, ആ ചെറിയ 5 സെൻറ്റിനകത്ത് ആ വീടിരിക്കുന്ന ഭാഗത്ത് സംസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ വിശ്രുതൻ്റെ സഹോദരി, അവരൊറ്റ കോമ്പൗണ്ടിലാണ് 2 വീടുകളുള്ളത്. ആ സഹോദരിയുടെ പേരിലുള്ള ആ സ്ഥലത്തേക്ക് കയറ്റിയാണ് ഇന്ന് സംസ്കാരത്തിന് സ്ഥലം ക്രമീകരിച്ചത്. അത്തരത്തിലൊരു ചിതയൊരുക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സാഹചര്യമാണ്. ആ വീട്ടിൽ ഇത്തരത്തിലൊരു ധനസഹായം ലഭിക്കുന്നത് തീർച്ചയായും ആശ്വാസകരം തന്നെയായിരിക്കും. പകരം വെക്കാൻ ഒന്നുമില്ല, ആ ജീവന് പകരം നൽകാൻ മാത്രമല്ല ലേബി, ബിന്ദുവിന്റെ ദിവസവേതനത്തെ ആശ്രയിച്ചാണ് കുടുംബത്തിന്റെ ഭക്ഷണം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അതെല്ലാം നടന്നു വന്നിരുന്നത്. മകൻ നവനീതിന് ജോലി ഇപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ. വിശ്രുതനും അങ്ങനെ ഒരു കുടുംബത്തിന് മുഴുവൻ ഭാരം ഒറ്റയ്ക്ക് ചുമലിലേറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ലല്ലോ ഉള്ളത്. അപ്പോൾ ബിന്ദു ഇല്ലാതാകുമ്പോൾ ആ കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ് കൂടിയാണ് ഇല്ലാതാകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സഹായം സർക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അല്പം മുമ്പാണ് ഒരു ബന്ധു വന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചത്. കാരണം തൊഴിലിടത്തിൽ വെച്ച മേസ്ത്രിയാണ്. തൊഴിലിടത്തിൽ വെച്ച് കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അത്രത്തോളം ആ ജോലി ചെയ്യാൻ സാഹചര്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ആരോഗ്യാവസ്ഥ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പുല്ലുപറിക്കൽ ഉൾപ്പെടെയുള്ള ജോലിക്കൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യമായ വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഈ ഒരു വരുമാനത്തിൽ ആശ്രയിച്ചാണ്, അതായത് ബിന്ദുവിന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലൂന്നിയാണ് ഈ കുടുംബം മുന്നോട്ട് ചലിക്കുന്നത് എന്ന് കൃത്യമായി വിശ്രുതൻ പറഞ്ഞത്. ആ സാഹചര്യമൊക്കെ കണക്കാക്കി ഒരു അനുഭാവപൂർണമായ സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഈ നാട്ടുകാരുടെ പ്രതീക്ഷയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ വന്നതറിഞ്ഞ് ഈ പരിസരത്തുള്ള ആളുകളൊക്കെ ഇതിനൊപ്പം അങ്ങോട്ട് ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ ആവശ്യവും അതുതന്നെയാണ്. ഏതായാലും ഈ കുടുംബത്തിൻ്റെ ഒരവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും അനുഭാവപൂർവമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള പ്രത്യാശ തന്നെയാണ് ഈ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ അയൽക്കാർക്കുമൊക്കെ ഉള്ളത്. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം സുജിയ. ഏതായാലും ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഈ ചെറിയ ഈ കൽപ്പട ഇറങ്ങിയാണ് ഇപ്പോൾ മന്ത്രി അങ്ങോട്ട് പോയത്. ഈ കുട്ടിക്ക്, അതായത് നവമിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായതും ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിലാണ്. 1 വർഷം മുമ്പ് ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ തെന്നി വീണാണ് ന്യൂറോ പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് ചികിത്സിക്കാനാണ് ആശുപത്രിയിലേക്ക് പോയത്. അത്തരത്തിൽ ഈ വീടിന്റെ ഈ സാഹചര്യമെല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണ് ഉള്ളതല്ല. ഈ അവസ്ഥയിൽ ശബ്ദത്തിലേക്ക് പോകാം. മന്ത്രിയുമായി സംസാരിക്കുകയാണ് വിശ്രുതനും കുടുംബം. ഫോട്ടോഗ്രാഫർ ടെക്നിയുടെ അകത്തോട്ട് കയറിക്കോ. വരുന്ന സമയം അറിയിച്ചാൽ ഒരു ചെലവ് നിങ്ങൾ കൊടുക്കണ്ട. അതിന് പൂർണ്ണമായി പൈസ അത് പറഞ്ഞില്ല. അതും പറഞ്ഞില്ല. താൽക്കാലിക ജോലിക്ക് നമുക്ക് മെഡിക്കൽ കോളേജ് HDS-മായിട്ട് സൗകര്യം ഉണ്ടാക്കാം. സൂപ്പറുണ്ട്, അദ്ദേഹത്തെ കണ്ടാൽ മതി കേട്ടോ. ഇല്ല, ഞങ്ങളുണ്ടാവും, ഞങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒന്നും വിഷമില്ല. നിങ്ങൾ ആരെങ്കിലും സൂപ്രണ്ടിനെ നേരിട്ട് കണ്ട് ഈ അപേക്ഷ കൊടുത്തോളൂ. കളക്ടറുണ്ട്, അതിൻ്റെ ചെയർമാൻ അദ്ദേഹമാണ് HDS-ൻ്റെ. അല്ല, സൂപ്രണ്ടാകുമ്പോൾ അവിടെ എപ്പോഴും ഉണ്ട് മെഡിക്കൽ കോളേജ് കേട്ടോ. ഇവർ പറഞ്ഞു തരും സുമോശമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊക്കെയുണ്ട്. ബാക്കി ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞാൽ അന്നേരം ഞാൻ വിളിച്ച് അറിയിക്കാം. പൈസ എല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ. നേരിട്ട് കണ്ട് ഇവിടെ മേടിക്കാനിരുന്നു, നേരിട്ട് കാണാൻ. സുരേഷിന്റെ ഏറ്റവും അടുത്ത ആളാണ്. ജീവനാ എല്ലാ കൺവെൻഷനും പോകുന്ന ഒരാളാണ്. അതെ, ഉസ്മാൻ സാർ അന്നേരം എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ എന്നെ വിളിച്ച് ചോദിച്ചു. അന്നേരം അമ്മച്ചി ഈ പരിപാടിക്ക് വരുന്ന കാര്യമെല്ലാം ഉസ്മാൻ മാഷും സെലവിന് എൻ്റെ അടുത്ത് പറഞ്ഞു. എവിടെയെല്ലാം പോയി, കോട്ടയത്ത് എത്ര പ്രാവശ്യം പോയി, വയ്യാത്ത ജാതക്കൊന്നും പോകട്ടെ, അല്ലെ ജാതയ്ക്ക് കൊടിയും പിടിച്ച് പോകുന്നു. അമ്മ പോകും. അമ്മയ്ക്ക് അത്രയും ഒരു പിരിച്ചുള്ള ആളാണ്. കഴിച്ചോ? ഞങ്ങളിപ്പോൾ ഇച്ചിരി ചോറ് കഴിച്ചായിരുന്നു. ഇന്നലെ തൊട്ടേ പട്ടിണിയാണ്. ഞങ്ങൾ അമ്മയ്ക്കൊക്കെ കൊടുക്കണം ആദ്യം.
കരച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു മിച്ചം ഞങ്ങൾ. ഇച്ചിരി ഭക്ഷണം കൊടുത്തിട്ട് എനിക്ക് ക്ഷീണമായിട്ടിരിക്കുക. മകള് പോയ വിഷമം അത് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കൊച്ചിനെ താങ്ങാൻ പറ്റില്ല. കൊച്ചിനെ ഇപ്പം ഡോക്ടർ നോക്കണ്ടോ, ഇപ്പം ഡോക്ടർ വല്ലതും നോക്കണ്ടോ? ആ അറിയട്ടെ, ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറുണ്ടാകേണ്ട ഇല്ല. അല്ലേ ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലും ഈ നമ്മൾ കൊണ്ടുവരുന്നതിന് മുമ്പ് കുട്ടിക്ക് അസ്വസ്ഥത തോന്നി അപ്പം തന്നെ നമ്മൾ വിളിച്ചു ഫിറ്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്തോളാം കേട്ടോ. ഇപ്പോൾ ഒരു ഡിപ്രഷൻ്റെ ഒരു ഇത് വരും. ഓ ഇത് നിങ്ങൾ ഇന്നത്തെ ഈ ക്ഷീണമൊക്കെയുള്ള പിന്നെ ഇത് ഞങ്ങൾ ഇന്നത്തെ ഈ ശവസംസ്കാര ചടങ്ങിനെല്ലാം ഉള്ള ഒരു 50,000 രൂപയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കൊടുക്കുന്നു കേട്ടോ. ഇന്നത്തെ ചടങ്ങിന് മാത്രമല്ല, അത് നമ്മൾ HDS എടുത്താണ് കേട്ടോ. ചെക്കാണ് നിങ്ങളുടെ പേരിലെ അച്ഛൻ്റെ പേരിൽ ചെക്കായിട്ട് എഴുതിയിരിക്കുന്നത്. അതെ അതെ, നമ്മളെ ബാങ്കിൽ കൊടുത്താൽ മതി. ചോദിച്ചു ചെയ്തതൊക്കെ അതെ, അതുകൊണ്ടപ്പോൾ അത് പെട്ടെന്ന് നടക്കണമെന്ന് വിചാരിച്ചാൽ എല്ലാത്തിലും എല്ലാവരും ഞങ്ങളെല്ലാവരും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വന്ന് കാഷ്വാലിറ്റി വന്ന് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് കാഷ്വാലിറ്റി വന്ന് മറ്റവരെയും കണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഈ JCB കൊണ്ടുവരാൻ ഞാനാണ് പിന്നെ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് വരാൻ പറയാം. അപ്പോൾ കയറി വന്നപ്പോൾ മറ്റേ അതുപോലത്തെ ഒരു ഗ്രില്ലുണ്ടായിരുന്നു. അത് കാരണം ഈ JCB മുന്നോട്ട് മൂവ് ചെയ്യലാണ്. പിന്നെ അത് നമ്മൾ ഹാക്സ് കൊണ്ട് അർത്ഥം മാറ്റിയിട്ടാണ് പിന്നെ JCB കയറ്റിയത്. അതാണ് അവിടെ വന്നത്. അവർ വന്ന സമയമൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ അവർ അറിയിച്ചനുസരിച്ച് തന്നെ 10:59 അവർ അറിയിച്ചിട്ടുണ്ട്, 11:40 അവർ എത്തിയിട്ടുണ്ട്. ഇത് അർത്ഥം മുറിച്ച് മാറ്റുന്നവർക്കാണ് താമസം വന്നിട്ടുള്ളത്. അതൊക്കെ നോക്കി അമ്മ നമ്മളിപ്പോൾ ആരും വരുത്തി വെച്ചല്ല, അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം കൂടെ വന്ന് ബാക്കി കാര്യങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ട് കേട്ടോ. അച്ഛനെ കൂടെ നമ്മളെ കൂടെ നമ്മൾ കാണാൻ ചെന്ന വിഷമമുണ്ട്. അമ്മ ഞാൻ മോളെ കൂടെ ഒന്ന് കാണട്ടെ. മന്ത്രി VN വാസവൻ ഇപ്പോൾ കുടുംബാംഗങ്ങളെ കണ്ടു. സംസ്കാര ചടങ്ങുകൾക്കുള്ള 50,000 രൂപ പ്രാഥമിക സഹായമായി 50,000 രൂപ കൈമാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള സഹായങ്ങൾ ഉണ്ടാകും, ജോലിയുടെയും ചികിത്സയുടെയും ഒക്കെ കാര്യങ്ങളിൽ സഹായമുണ്ടാകും എന്നുകൂടി മന്ത്രി ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിശ്രുതനോടും ബിന്ദുവിന്റെ അമ്മയോടും മറ്റ് കുടുംബാംഗങ്ങളോടും ഒക്കെ സംസാരിക്കുകയാണ് മന്ത്രി ചെയ്തത്. ഇനിയിപ്പോൾ നവമിയെ കൂടി കണ്ട ശേഷം പുറത്തേക്ക് മന്ത്രി ഇറങ്ങും. തിരച്ചിൽ വൈകിയത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടത്. ബിന്ദു അപകടത്തിൽപ്പെട്ട കെട്ടിടത്തിലേക്ക് JCB എത്തിക്കുന്നതിന്, മണ്ണുമാന്തി യന്ത്രം എത്തിക്കുന്നതിനുണ്ടായ ബുദ്ധിമുട്ടടക്കം മന്ത്രി വിശദീകരിക്കുകയാണ്. പിഴവുണ്ടായതല്ല, യന്ത്രം എത്തിക്കുന്നതിലുള്ള കാലതാമസം മാത്രമാണ് തിരച്ചിൽ വൈകുന്നതിന് ഇടയാക്കിയത്. സർക്കാർ സംവിധാനങ്ങൾ ഒപ്പമുണ്ട് എന്ന ഉറപ്പുകൂടി നൽകുകയാണ് മന്ത്രി VN വാസവൻ.